Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Use Green's theorem to evaluate double integral of c xy dey minus y dx, where c is a circle x square plus y square equal to 4. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീൻസ് തിയറം എഴുതാം. ബൈ ഗ്രീൻസ് തിയറം integral of c f of xy dx plus g of xy dy. ഗ്രീൻസ് തിയറം പറയുന്നത് എന്താണ്? ഇത് നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ r dou g by dou x minus dou f by dou g by dou x minus dou f by dou y into t. ഇതാണ് ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യുന്നത്. ബട്ട് സിംഗിൾ integral of c f of xy dx plus g of xy dy can be done by double integral r dou g by dou x minus dou f by dou y into t. ഇനി ഇതിലൊക്കെ dou g by dou x കണ്ടുപിടിക്കണം, dou f by dou y കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ integral of c xy dy minus y dx dx നോട് ചേർന്ന് കിടക്കുന്നതിനെ f ആയിട്ട് എടുക്കാം. Take f is equal to minus y. dy യോട് ചേർന്ന് കിടക്കുന്നത് g ആയിട്ട് എടുക്കാം. അപ്പോൾ g is equal to x. അപ്പോൾ നമുക്ക് f എന്ത് കിട്ടി? minus y കിട്ടി. dx നോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? dx ന്റെ കോഎഫിഷ്യന്റ് minus y, അത് f ആയിട്ട് എടുത്തു. dy യോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? x, അത് g ആയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? dou f by ഈ dou f നെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dou f നെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou f by dou y എന്ത് കിട്ടും? -1. ഇവിടെ y ആണ് വേരിയബിൾ. അപ്പോൾ y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. -1. ഇനി dou g by dou x ഇതിനെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ dou f by dou y കിട്ടി, dou g by dou x. ഇനി ഇത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക് ഡബിൾ ഇന്റഗ്രൽ r dou g by dou x എന്താണ്? 1 ആണ്. dou f by dou y എന്താണ്? -1 ആണ്. dA അപ്പൊ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? ഡബിൾ ഇന്റഗ്രൽ 1 minus of -1 2dA 2d എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡബിൾ ഇന്റഗ്രൽ r dA 2 ഡബിൾ ഇന്റഗ്രൽ r dA എന്നാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ 2 ഡബിൾ ഇന്റഗ്രൽ r dA എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഡബിൾ ഇന്റഗ്രൽ r dA ഇത് ഏരിയ ഓഫ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സർക്കിൾ ആണ്. കർവ് എന്ന് പറഞ്ഞാൽ സർക്കിൾ x² + y² = 4 ആണ്. ഇതിപ്പോ ഏരിയയുടെ ഫോർമുലയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉള്ള കർവ് ഏതാണ്? നമ്മൾ റീജിയൻ സർക്കിൾ ആണ്. അപ്പൊ അങ്ങനെ സർക്കിൾ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് r dA. ഡബിൾ ഇന്റഗ്രൽ ഓഫ് r dA എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കർവ്. ഇവിടെ കർവ് എന്താണ്? x² + y² = 4 ആണ്. അപ്പൊ നമുക്ക് 2 ഇൻറ്റു നമ്മുടെ ഫോർമുല, സർക്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? പൈ r സ്ക്വയർ എന്നാണ്. പൈ r സ്ക്വയർ. ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്? r എന്ന് പറയുന്നത് x² + y² = 4 ആകുമ്പോൾ r എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം 2 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു പൈ r സ്ക്വയർ അല്ലേ 2 ഇൻറ്റു പൈ r സ്ക്വയർ. r is equal to ഇവിടെ r എന്താണ്? r is equal to 2 ആണ്. therefore 2 പൈ ഇൻറ്റു 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4 വരും. ഫൈനൽ ആൻസർ എത്ര കിട്ടും നമുക്ക്? 4/8 പൈ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 8 പൈ ആണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്തത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്താണ് ചെയ്തത്. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ ആദ്യം തന്നെ ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല എഴുതാം. എന്താണ് ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല? സിംഗിൾ ഇന്റഗ്രൽ c f of xy dx plus g of xy dy f of xy dy dx plus g of xy dy is equal to ഈ ഫോർമുല നിർബന്ധമായിട്ട് എഴുതുക. ഫോർമുല എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y into t. ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y into t. അതാണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയിലേക്ക് dou g by dou x ഉം dou f by dou y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ
വൈയോട് ചേർന്ന് കിടക്കുന്നതാണ്, ഡി വൈയോട് ചേർന്ന് കിടക്കുന്നത് നമ്മൾ ജി ആയിട്ട് എടുക്കുക. ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്നതിന് ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് എഫ് ആയിട്ട്. അപ്പൊ ഇവിടെ എഫ് എന്തായിരിക്കും? ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. കാരണം എന്താണ്? ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ഡി എക്സിനോട് ചേർന്ന് കിടക്കുന്നത് മൈനസ് വൈ ആണ്. അപ്പോൾ എഫ് എന്നുള്ളത് മൈനസ് വൈ. അതുപോലെ തന്നെ വൈയോട് ചേർന്ന് കിടക്കുന്നതാണ്, ഡി വൈയോട് ചേർന്ന് കിടക്കുന്നത് എക്സ് ആണ്. അപ്പൊ ജി ടേക്കൺ ആസ് എക്സ്. അപ്പൊ നമുക്ക് എഫ് കിട്ടി, അതുപോലെ തന്നെ എന്ത് കിട്ടി? ജി കിട്ടി. എഫും ജിയും കിട്ടിക്കഴിഞ്ഞാൽ എഫ് എന്ന ഫംഗ്ഷനെ നമ്മൾ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് എന്ന ഫംഗ്ഷനെ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈയുടെ വാല്യൂ എത്ര കിട്ടണേ? -1. ജിയെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ ജി ബൈ ഡോ എക്സ് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോ ഡോ ജി ബൈ ഡോ എക്സിന്റെ ആൻസർ 1 കിട്ടി. ഡോ എഫ് ബൈ ഡോ വൈയുടെ ആൻസർ -1 കിട്ടി. അതിനുശേഷം നമ്മുടെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ. ഈ ഡോ ജി ബൈ ഡോ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, ഡോ എഫ് ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് -1 കൊടുത്തു ഇൻടു ഡി. അപ്പൊ നമുക്ക് എന്ത്? ഡബിൾ ഇന്റഗ്രൽ 2d. 2 നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ആർ ഡി. ഡബിൾ ഇന്റഗ്രൽ ആർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കർവ് ആണ്. ഇവിടെ നമ്മുടെ കർവ് എന്താണ്? ഇവിടെ നമുക്ക് x² + y² = 4 ആണ്. അപ്പോൾ ഒരു സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ സെന്റർ എന്താണ്? 0 0 ആണ്. റേഡിയസ് എന്താണ്? 2 ആണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? πr² ആണ്. അപ്പൊ 2 × πr². ഇവിടെ r എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 × π × 4. r ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 വരും. 4 × 2 8 π. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ് കിട്ടുന്നത്? 8 π എന്നാണ് ആൻസർ കേട്ടോ. ശ്രദ്ധിക്കുക, ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.